السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإن طائفتان من المؤمنين اقتتلوا فأصلحوا بينهما فإن بغت إحداهما على الأخرى فقاتلوا التي تبغي حتى تفيء إلى أمر الله فإن فاءت فأصلحوا بينهما بالعدل وأقسطوا إن الله يحب المقسطين. إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم. ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഐക്യവും മഹല്ലും എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു പ്രഭാഷണം നടത്തുകയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആരെയും വിമർശിക്കാനോ നോവിക്കാനോ വേണ്ടിയുള്ള ഒരു പരിപാടി അല്ല, മറിച്ച് മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ചിന്തിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ്. അള്ളാഹു ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലക്ക് അത് കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. രണ്ട് വിഷയമാണ് ഒരു വിഷയത്തിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന് ഐക്യമാണ്, മറ്റൊന്ന് മഹല്ലാണ്. ആദ്യമായി ഐക്യത്തെ സംബന്ധിച്ചാണ് സംസാരിക്കുന്നത്. ശേഷം ഇൻഷാ അല്ലാഹ് മഗ്രിബിൻ്റെ സമയം നാം നിസ്കരിച്ചതിന് ശേഷം ഇൻഷാ അല്ലാഹ് മഹല്ല് എന്ന വിഷയത്തെ സംബന്ധിച്ചും സംസാരിക്കും. ഐക്യം എന്ന് പറയുന്നത് വളരെ ആവശ്യമുള്ള ഒരു വിഷയമാണ്. മനുഷ്യനെ അള്ളാഹു പടച്ചത് പരസ്പരം ഐക്യപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരേ ഒരു മനുഷ്യന് എല്ലാ കഴിവുകളും എല്ലാ വസ്തുക്കളും അള്ളാഹു നൽകാതിരുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ, മനുഷ്യകുലത്തിൻ്റെ ജീവിത നിലനിൽപ്പ് തന്നെ ഐക്യത്തിലാണ്. എല്ലാവർക്കും അറിയാം, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സ്വർഗത്തിൽ ജീവിതം ഉണ്ടായിരുന്നുവെങ്കിലും സമാധാനവും സന്തോഷവും ലഭിക്കാൻ ഒരാൾ കൂടി വേണം എന്ന താല്പര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഹവ്വാ റളിയല്ലാഹു അൻഹയെ അള്ളാഹു സൃഷ്ടിച്ചു കൊടുത്തത്. ആ ദമ്പതികളുടെ ഐക്യമാണ് മനുഷ്യ സമുദായത്തിന് തന്നെ ഇവിടെ ജന്മം നൽകി വിശാലമായി കോടിക്കണക്കിന് ജനങ്ങളുണ്ടാകാൻ കാരണമായത്. ഇന്നും ഭാര്യയും ഭർത്താവും തമ്മിൽ ഐക്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ശരിയായ മനുഷ്യകുലം നിലനിൽക്കുകയുള്ളൂ എന്നത് നമുക്ക് അറിയാം. ഇനി അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ഏത് വിഷയം എടുത്തോളൂ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം തെങ്ങുകൾ ഉണ്ട്. ഈ തെങ്ങ് കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന തേങ്ങ
അത് പല രാജ്യക്കാരും കൊണ്ടുപോയി അത് ഉപയോഗപ്പെടുത്തുകയാണ്. പാലക്കാട്ടുകാർ വളരെ അധ്വാനിച്ചുണ്ടാക്കുന്ന നെല്ല്, അതുപോലെ മറ്റ് നാട്ടുകാരുണ്ടാക്കുന്ന നെല്ല് നാം നമ്മുടെ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണ്. ഇതുപോലെ പെട്രോളും ഡീസലുമൊക്കെ അല്ലാഹു തആല നൽകിയത് ഒരു നാട്ടിലായിരിക്കാം. അത് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ നമ്മുടെ വണ്ടികൾ ഓട്ടാൻ കഴിയില്ല. എന്നാൽ ഭക്ഷ്യവസ്തുക്കൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് അത്തരം നാട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയായിരിക്കാം. അവരുടെ ഭക്ഷണം നാം കൊടുക്കുന്നു, നമ്മുടെ വാഹനത്തിൻ്റെ ഭക്ഷണം അവരിങ്ങോട്ട് തരുന്നു. ഇങ്ങനെ ലോകത്ത് പരിശോധിച്ചാൽ കാപ്പിയും ചായയുമൊക്കെ ലഭിക്കാൻ വയനാട്ടുകാരെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ മത്സ്യം വയനാട്ടുകാർക്ക് ലഭിക്കണമെങ്കിൽ കടലോര പ്രദേശത്തുള്ളവരെ അവരും ആശ്രയിക്കേണ്ടി വരും. ഇല്ലെങ്കിൽ അവർക്ക് മത്സ്യം ലഭിക്കുകയില്ല. അങ്ങനെ ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളെ, അതിൽ പല ഭാഷക്കാരും പല മതക്കാരും മതമില്ലാത്തവരും മതമുള്ളവരും മതത്തിൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ളവരും എല്ലാം ഉണ്ടാകും. എല്ലാ മനുഷ്യരുടെയും പരസ്പര സഹകരണം, ആ പരസ്പര സഹകരണം ഉണ്ടാകുമ്പോഴാണ് മനുഷ്യന് ഇവിടെ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നത്. ഇത് എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. മനുഷ്യർ തമ്മിൽ മാനുഷിക ഐക്യം വേണം. ചേലക്കാടും പരിസരങ്ങളിലും മാനുഷിക ഐക്യത്തെ സംബന്ധിച്ച് പ്രസംഗിക്കണമെന്ന് ഏകദേശം കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ അന്ന് മുതലേ ഞാൻ ഉദ്ദേശിക്കാറുണ്ട്. മനുഷ്യർ പരസ്പരം ഐക്യത്തിൽ ജീവിക്കണം. അവിടെ മതവ്യത്യാസമില്ല, അതുപോലെ തന്നെ പാർട്ടി വ്യത്യാസമില്ല. മറിച്ച് എല്ലാ മതക്കാരും എല്ലാ പാർട്ടിക്കാരും മതമുള്ളവരും ഇല്ലാത്തവരും മനുഷ്യർ എന്ന നിലക്ക് ഒന്നാണ്. മനുഷ്യന്റെ പൊതുകാര്യത്തിൽ എല്ലാവരും യോജിക്കണം. പൊതുകാര്യത്തിൽ യോജിക്കേണ്ടതില്ലാത്ത ഒരു കക്ഷിയും മനുഷ്യരുടെ കൂട്ടത്തിൽ ഇല്ല. കാരണം എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല. ഞാൻ ഇന്ന് ഉച്ചക്ക് കഴിച്ച ഊണ് അത് ഏത് മതക്കാരൻ കൃഷി ചെയ്തതാണ് എന്ന് എനിക്കറിയില്ല. ഏത് പാർട്ടിക്കാരൻ്റെ കടയിൽ നിന്നാണ് കൊണ്ടുവന്നത് എന്ന് ഞാൻ അറിയില്ല. ഏത് ആശയക്കാരനാണ് ആ നെല്ല് കുത്തി അരിയാക്കിയത് എന്ന് എനിക്കറിയില്ല. ആ നെല്ല് ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ തന്നെ കൃഷിയോഗ്യമായ വിധത്തിൽ ആ വയൽ പാകപ്പെടുത്താൻ എത്രയോ തൊഴിലാളികൾ ചളിയിലും വെള്ളത്തിലും നിന്നിട്ടുണ്ടാകും. അവരുടെ മതമോ സംഘടനയോ എനിക്കറിയില്ല. ഇതെല്ലാവരുടെയും അവസ്ഥയാണ്. ഞാനൊരു ചെറിയ സൂചന മാത്രം പറയുകയാണ്. മനുഷ്യരെല്ലാവരും സഹകരിക്കുമ്പോഴാണ് മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്നത്. മനുഷ്യർ അവർ ഉന്നത ജീവിയാണ്, മറ്റ് മൃഗങ്ങളെ പോലെയല്ല. മൃഗങ്ങൾക്ക് വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ പരസ്പരം മാന്തിക്കൊണ്ടേയിരിക്കും. പൂച്ചയുടെ സ്വഭാവം അങ്ങനെയാണ്. നായയുടെ സ്വഭാവം കുരച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. കുറുക്കന്റെ സ്വഭാവം കൂക്ക് വിളിക്കുന്ന സ്വഭാവമാണ്. കാളയുടെ സ്വഭാവം കുത്തിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമാണ്. ഉറുമ്പിന്റെ സ്വഭാവം കടിക്കുക എന്ന സ്വഭാവമാണ്. പാമ്പിന്റെ സ്വഭാവം വിഷം ചീറ്റുക എന്ന സ്വഭാവമാണ്. ഇതൊന്നും മനുഷ്യ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ട വിഷയങ്ങളല്ല. മനുഷ്യർ എല്ലാവരും പരസ്പരം നല്ല കാര്യത്തിൽ സഹകരിക്കേണ്ടവരാണ്. മനുഷ്യർ എല്ലാവരും പരസ്പരം ആദരിക്കേണ്ടവരാണ്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തെ നാം ആദരിച്ചു എന്നാണ് ഖുർആൻ പറഞ്ഞത്. അതിൽ നിന്നാണ് മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല, മാലിന്യമല്ല എന്ന് കണ്ടുപിടിക്കുന്നത്. അവിടെ മനുഷ്യൻ എന്നാണ് പ്രയോഗം. മുസ്ലിമിന്റെ ഡെഡ് ബോഡി മാത്രം മാലിന്യമല്ല എന്നല്ല ഫതുഹുൽ മുഈനിൽ പറഞ്ഞത്. ഫതുഹുൽ മുഈനിൽ പറഞ്ഞത് മനുഷ്യന്റെ ഡെഡ് ബോഡി നജസല്ല എന്നാണ്. ആടും പശുവും ഒട്ടകവും ഒക്കെ നാം അറുത്ത് കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ്. അറുത്താൽ അത് ഭക്ഷണമാണ്. എന്നാൽ അത് ചത്തുപോയാൽ നജസാണ്, മാലിന്യമാണ്. അറുത്തില്ലെങ്കിലും കഴിക്കാൻ പറ്റുന്ന ജീവൻ പോയ രണ്ട് ജീവികൾ ഉണ്ട്. അതൊന്ന് മത്സ്യവും ഒന്ന് ജറാദുമാണ്. അത് ജീവൻ പോയാൽ ചത്തുപോയാലും അത് ഭക്ഷണമാണ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് മനുഷ്യൻ. അത് ചത്തുപോയാലും അതിനെ മനുഷ്യൻ മരണപ്പെട്ടു പോയാലും ചത്തുപോവുക എന്നത് സാധാരണ നിലക്ക് നാം പ്രയോഗിക്കൽ കുറവാണ്. സത്തുപോവുക എന്നാണ് അതിൻ്റെ അർത്ഥം. സത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മാവാണ്. ബോഡിയിൽ നിന്ന് സത്തുപോയാൽ, അതാണ് ചത്തുപോയാൽ എന്ന് പറയുന്നത്.
ബോഡിയിൽ നിന്ന് സത്ത് പോയാൽ അഥവാ ആത്മാവ് പോയാൽ, ആ ആത്മാവ് പോയതിന് ശേഷം നമുക്ക് മത്സ്യം ഭക്ഷണമാണെന്ന നിലക്ക് കഴിക്കാം, ജറാദും കഴിക്കാം. മറ്റുള്ളതെല്ലാം സത്തുപോയാൽ ചത്തുപോയാൽ അത് നജസാണ്. പക്ഷേ മനുഷ്യൻ അറുക്കാനേ പാടില്ലാത്ത ഒരു ജീവിയാണ്. മനുഷ്യൻ അറുക്കപ്പെടേണ്ട ജീവിയല്ല. മനുഷ്യൻ ജീവിച്ച് മരിക്കേണ്ട ഒരു ജീവിയാണ്, അറുക്കപ്പെടേണ്ട ജീവിയല്ല. മറിച്ച് മനുഷ്യൻ ഇവിടെ ജീവിക്കാനുള്ള ജീവിയാണ്. ആടും ഒട്ടകവും പശുവും ഒന്നും ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ളതല്ല. അത് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. മനുഷ്യൻ വേറെ ഒന്നിനു വേണ്ടിയും സൃഷ്ടിക്കപ്പെട്ടതല്ല. മനുഷ്യൻ മറ്റൊരു ജീവിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള ഏത് ജീവികളെയും നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ, മനുഷ്യനില്ലെങ്കിലും അവകൾക്ക് ജീവിക്കാൻ കഴിയും. മനുഷ്യനില്ലെങ്കിലും പശുവിന് ജീവിക്കാൻ കഴിയും. മനുഷ്യനില്ലെങ്കിലും ആട്ടിന് ജീവിക്കാൻ കഴിയും. അതുപോലെ മനുഷ്യനില്ലെങ്കിലും ഇവിടെ സസ്യങ്ങൾ നിലനിൽക്കും. പക്ഷേ മനുഷ്യൻ ആടുമില്ല, പശുവുമില്ല, മത്സ്യവുമില്ല, മാംസവുമില്ല, അതുപോലെ സസ്യങ്ങളുമില്ല, ധാന്യങ്ങളുമില്ല, മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. കാരണം മനുഷ്യനിതെല്ലാം ആവശ്യമാണ്, അവകൾക്ക് മനുഷ്യൻ ആവശ്യമില്ല. നേരെ തിരിച്ച് നിങ്ങൾ ഓർക്കണം. അപ്പൊ മനുഷ്യന് വേണ്ടിയാണ് അവകളൊക്കെ പടക്കപ്പെട്ടത്, അവകൾക്ക് വേണ്ടി മനുഷ്യന് പടക്കപ്പെട്ടതല്ല. മനുഷ്യൻ ഉന്നത ജീവിയാണ്. ഈ ഉന്നത ജീവിയായ മനുഷ്യൻ, അതുകൊണ്ടാണ് മനുഷ്യന് എല്ലാം അധീനപ്പെടും. മനുഷ്യന് അധീനപ്പെടാത്ത ആനയില്ല, മനുഷ്യന് അധീനപ്പെടാത്ത സിംഹമില്ല, എല്ലാം മനുഷ്യന് അധീനപ്പെടും. മനുഷ്യൻ ഒരു ജീവിക്കും അധീനപ്പെടുകയില്ല. മത്സ്യത്തെ പോറ്റുന്ന മനുഷ്യരുണ്ട്, പാമ്പിനെ പോറ്റുന്ന മനുഷ്യരുണ്ട്. ഇന്നലെ 2 വയസ്സുള്ള ഒരു കുട്ടി പാമ്പിനെയും കഴുത്തിലിട്ടിട്ട് പത്രത്തിൽ ഫോട്ടോ കണ്ടു. അങ്ങനെ പലരും മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. മനുഷ്യൻ വളർത്താത്ത ജീവിയില്ല, മനുഷ്യനെ വളർത്തുന്ന ഒരു ജീവിയും ഇല്ല. ഏറ്റവും പ്രഥമവും പ്രധാനവുമായി ഉന്നതനായ ജീവി മനുഷ്യനാണ്. മനുഷ്യന് വേണ്ടിയാണ് മറ്റുള്ള ജീവികളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ഈ മനുഷ്യൻ അവന്റെ ഔന്നത്യത്തെ സംബന്ധിച്ച് ബോധമുള്ളവനായിരിക്കണം. അവൻ ഒരിക്കലും തന്നെ മറ്റൊരു മനുഷ്യനെ വധിക്കണം എന്ന ചിന്ത ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി വാളോ ബോംബോ നിർമ്മിക്കാൻ പാടില്ല. ആവശ്യത്തിനു വേണ്ടി നമുക്ക് കത്തിയും കൊടുവാളും വാളുമൊക്കെ നിർമ്മിക്കാം, അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താം. പക്ഷേ മനുഷ്യൻ പരസ്പരം അറുകൊല നടത്താൻ വേണ്ടി അതിവിടെ നിർമ്മിക്കേണ്ട ആവശ്യം ഇല്ല. മനുഷ്യൻ പരസ്പരം സ്നേഹിച്ച് ജീവിക്കേണ്ട ജീവിയാണ്, ഉന്നത ജീവിയാണ്, വിശേഷ ബുദ്ധിയുള്ളവനാണ്, വളരെ ചിന്തിച്ചുകൊണ്ട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടവനാണ്. മറ്റ് ജീവികൾക്ക് വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് തന്നെ ആ ജീവികൾക്ക് കല്യാണം കഴിക്കണം എന്ന നിബന്ധനയില്ലാതെ ഇണചേരാൻ സാധിക്കും, ഔറത്ത് മറക്കാതെ റോട്ടിലൂടെ നടക്കാൻ സാധിക്കും. മനുഷ്യനങ്ങനെ നഗ്നത മറക്കാതെ നടക്കാൻ കഴിയില്ല. കല്യാണം കഴിക്കാതെ ദമ്പതികളായി ഇണചേരാൻ പറ്റില്ല. മനുഷ്യന് ഹലാലും ഹറാമും നോക്കാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നജസാണോ മുത്തനജിസാണോ, അന്യൻ്റേതാണോ തൻ്റേതാണോ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണോ പിടിച്ചു പറിച്ചതാണോ, വ്യത്യസ്തമായ രൂപത്തിൽ ചിന്തിക്കാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാളകൾക്കും പശുക്കൾക്കും ഒട്ടകങ്ങൾക്കും ഒന്നും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അവകളെ സംബന്ധിച്ചിടത്തോളം വിശേഷ ബുദ്ധിയില്ല. ഞാനതാണ് പറഞ്ഞത്, മനുഷ്യൻ ഉന്നത ജീവിയാണ്. ഒന്നുകൂടി പറയട്ടെ, ഇതെല്ലാ മനുഷ്യരും വലഖദ് കറംനാ ബനി ആദം വലഖദ് കറംനൽ മുസ്ലിമീൻ എന്നല്ല അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവിടെ അല്ലാഹു പറഞ്ഞത് വലഖദ് കറംനാ ബനി ആദം, മനുഷ്യ സമുദായത്തെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ മനുഷ്യന്റെ ഡെഡ് ബോഡി അത് മാലിന്യമാണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. മറ്റുള്ള ജീവികളുടെ ഡെഡ് ബോഡി അത് മാലിന്യമായി ഗണിക്കപ്പെടും ജീവൻ പോയാൽ. പക്ഷേ മനുഷ്യന്റെ ഡെഡ് ബോഡി, അത് ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, മതമുള്ളവനാകട്ടെ, ഇല്ലാത്തവനാകട്ടെ, ഏത് പാർട്ടിക്കാരനാകട്ടെ, ഏത് ദേശക്കാരനാകട്ടെ, ഏത് ഭാഷക്കാരനാകട്ടെ, ഏത് കക്ഷിയാകട്ടെ, ഏത് സംഘടനക്കാരനാകട്ടെ, മനുഷ്യന്റെ ഡെഡ് ബോഡി മാലിന്യമല്ല, അതിന് ആദരവ് നൽകിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ ആദരിക്കപ്പെടേണ്ടുന്ന ജീവിയാണ്, ആദരിക്കപ്പെടുന്ന ജീവിയാണ്. അവനവന്റെ മഹത്വത്തെ സംബന്ധിച്ച് അവനവന് ബോധം വേണം. ആ ബോധം മനുഷ്യന് നഷ്ടപ്പെടുമ്പോഴാണ് അവനവന്റെ സഹോദരനെ സംബന്ധിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നത്. സഹകരിച്ച് സ്നേഹിച്ച് സൗഹാർദ്ദം പുലർത്തി പരസ്പരം ഐക്യത്തോടെ ജീവിക്കേണ്ട ജീവിയാണ് മനുഷ്യൻ. അവിടെ ആശയങ്ങളോ മതങ്ങളോ പാർട്ടികളോ സംഘടനകളോ അതിനൊരിക്കലും തന്നെ തടസ്സമാകേണ്ടതില്ല. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. മതപരമായി ഓരോരുത്തർക്കും ഓരോ ആശയങ്ങൾ ഉണ്ടാകാം, ഓരോ പാർട്ടികൾക്കും അതിന്റെ മാനിഫെസ്റ്റോകളും ഭരണഘടനകളും ഉണ്ടാകാം,
ഓരോ സംഘടനകൾക്കും അതിൻ്റെതായ നയങ്ങളും പരിപാടികളും ഉണ്ടാകാം. ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസമുണ്ടാകാം. അത് ലോകത്ത് എല്ലാവരും ഒരേ വിശ്വാസക്കാരാവുക എന്നത് സംഭവിക്കാൻ പോകുന്നതല്ല എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഖുർആൻ വ്യക്തമായി തന്നെ പറഞ്ഞു, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ കക്ഷികളാവുക, അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർദ് വലൗ ശാഅ റബ്ബുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയാണെങ്കിൽ ലആമന മൻ ഫിൽ അർദി കുല്ലുഹും ജമീഅ, എല്ലാവരും ശരിയായ വിശ്വാസക്കാരാവുമായിരുന്നു. അല്ലാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അല്ലാഹു എല്ലാവരോടും ശരിയായ വിശ്വാസക്കാരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, കൽപ്പിച്ചിട്ടുണ്ട്, തെളിവുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, തെളിവുകളിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, ക്ഷണിക്കാൻ പ്രവാചകന്മാരെയും പണ്ഡിതന്മാരെയും ഏൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാവരും ഒരേ വിശ്വാസക്കാരാവുക എന്നത് അല്ലാഹു ഉദ്ദേശിച്ചിട്ടില്ല. അവൻ ഉദ്ദേശിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ, അല്ലാത്തത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ എല്ലാ മനുഷ്യരും ഒരേ വിശ്വാസക്കാരാവുക എന്നത് ഇവിടെ സംഭവിക്കില്ല. ഖുർആൻ പറയാൻ, വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, നിങ്ങളുടെ നാഥൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, ഈ ഭൂമിയിലുള്ള എല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാർ, ശരിയായ വിശ്വാസക്കാരാകുമായിരുന്നു. അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനൂ മുഅ്മിനീൻ. അഫ അൻത തുക്രിഹുൻ നാസ്, ജനങ്ങളെ നിങ്ങൾ നിർബന്ധിക്കുകയോ, ഹത്താ യകൂനൂ മുഅ്മിനീൻ, അവരെല്ലാവരും നിങ്ങൾ വിശ്വസിക്കുന്ന അതേ വിശ്വാസക്കാരാകാൻ? അങ്ങനെ ഒരു പരിപാടിയെ ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു വിഷയമേ ഇസ്ലാമിലില്ല. ആരെയും നിർബന്ധിക്കേണ്ടതില്ല. അതേസമയത്ത് എല്ലാവർക്കും കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. കാര്യം അതിന്റെ യാഥാർത്ഥ്യം ബുദ്ധിപരമായ നിലക്ക്, സൗമ്യമായ നിലക്ക് പറഞ്ഞു കൊടുക്കണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന വജാദിൽഹും ബില്ലതി ഹിയ അഹ്സൻ. ബുദ്ധിപരമായി, ശാസ്ത്രീയമായി, മനുഷ്യനെ സൗമ്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് സത്യത്തിലേക്ക്, നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കണം. നല്ല ഉപദേശങ്ങൾ എല്ലാവർക്കും നൽകണം. ഇവിടെ വിവേചനങ്ങളൊന്നുമില്ല. അതാണ് ഇസ്ലാമിക ദഅവത്ത്, ഇസ്ലാമിക പ്രബോധനം. ഏറ്റവും വലിയ പ്രബോധനം നടക്കുന്നത് പള്ളിയിലാണ്. അത് ഈ ബാങ്കാണ്. ബാങ്കിന്റെ വാചകം കണ്ടില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. ആർക്കും തർക്കത്തിന് അവകാശമില്ലാത്തൊരാശയം. ഈ ആകാശങ്ങളും ഭൂമികളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും, ഉറുമ്പുകൾ മുതൽ ആനകൾ വരെ, പരലുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, സർവ്വ മത്സ്യങ്ങളെയും സസ്യങ്ങളെയും സർവ്വജീവികളെയും സൃഷ്ടിച്ച സട്ടാവായ അല്ലാഹു വലിയവനാണ്. അതാരും തർക്കിക്കേണ്ടതില്ല. പള്ളിയിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഖജാൻജിയോ ഇമാമോ ഖതീബോ ഖാദിയോ മുഅദ്ദിനോ വലിയ ആളാണ് എന്ന് പള്ളിയിൽ വെച്ച് വിളിച്ചു പറയുന്നില്ല. അല്ലാഹു വലിയവനാണ്. എത്ര വലിയ പണ്ഡിതൻ സ്റ്റേജിൽ കയറി വരുമ്പോഴും പണ്ഡിതൻ വലിയവനാണെന്ന് വിളിച്ചു പറയുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ്. വലിയവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. അത് സമ്മതിക്കാതെ നിർവാഹമില്ല. പ്രസംഗിക്കുന്ന പണ്ഡിതന്, പ്രസംഗിക്കുന്ന വ്യക്തിക്ക്, അതുപോലെ പ്രസംഗിക്കുന്ന നേതാവിന്, പ്രസംഗിക്കുന്ന ആൾക്ക് അവന്റെ പ്രസംഗം തീരുന്നത് വരെ ആയുസ്സുണ്ടോ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ വിവരമില്ല. പ്രസംഗിക്കുന്ന പണ്ഡിതന് അവനവന്റെ ആയുസ്സിനെ കുറിച്ച് പറയാൻ വിവരമില്ല, അടുത്ത നിമിഷത്തെക്കുറിച്ച് പറയാൻ വിവരമില്ല, അവനവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയാൻ വിവരമില്ല. അപ്പോൾ വിവരത്തിന്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. പണത്തിന്റെ പേരിൽ ഒരാളും അഹങ്കരിക്കേണ്ടതില്ല. എന്റെ പണം ഞാൻ മരിക്കുന്നത് വരെ നിലനിൽക്കുമോ, അല്ല എന്റെ സന്താനങ്ങൾക്ക് ഉപകരിക്കുമോ പറയാൻ പറ്റുന്ന ഒരൊറ്റ പണക്കാരനുമില്ല. അധികാരമുള്ളവൻ അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കേണ്ടതില്ല. കാരണം അധികാരം എത്ര ദിവസം എത്ര സമയമെന്നറിയില്ല. രാജ്യത്തെ കിടുകിട വിറപ്പിച്ച പല രാജാക്കന്മാരും പിന്നീടതാ അവരവരുടെ വസ്ത്രമലക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. അവർ തന്നെ പട്ടിണി കിടക്കുന്നത് കണ്ടിട്ടുണ്ട്. അവർ തന്നെ തൂക്കിലേറ്റപ്പെടുന്നത് കണ്ടിട്ടുണ്ട്.
അവർ തന്നെ പലതും പലതുമാകുന്നത് കണ്ടിട്ടുണ്ട്. അധികാരത്തിന്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല, പണത്തിന്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല, പാണ്ഡിത്യത്തിന്റെ പേരിൽ ആരും അഹങ്കരിക്കേണ്ടതില്ല. ഒരു ഡോക്ടർക്ക് അല്പം ശാരീരികമായ വിവരമുണ്ടാകാം, പക്ഷേ ബിൽഡിങ്ങിനെ കുറിച്ച് അദ്ദേഹത്തിനൊന്നും അറിയില്ല. അതിന് എഞ്ചിനീയറുടെ സഹായം വേണം. എഞ്ചിനീയർക്ക് ഒരു പക്ഷേ ആ വിഷയത്തിൽ വിവരമുണ്ടാകാം, പക്ഷേ സ്വന്തം ശരീരത്തെക്കുറിച്ച് വിവരമില്ല. അതിന് ഡോക്ടറുടെ സഹകരണം വേണം. ഇവര് രണ്ടാളും തമ്മിലൊരു പ്രശ്നം വന്നാൽ കേസ് കൊടുക്കേണ്ടത് എങ്ങനെ? അതിന് വക്കീലിന്റെ സഹായം വേണം. ഈ മൂന്നാൾക്കും ഒരു മസല ചോദിക്കേണ്ടി വന്നാൽ പണ്ഡിതന്റെ സഹായം വേണം. പണ്ഡിതനൊരു പ്രശ്നം വരുമ്പോൾ ഇപ്പറഞ്ഞ മൂന്നാളും വേണം. അങ്ങനെ ലോകത്ത് മുഴുവൻ ആളുകളെയും പരസ്പരം സഹകരിപ്പിച്ചും ആരും തികഞ്ഞവരില്ല. തികഞ്ഞവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹു അക്ബർ. അല്ലാഹ് വലിയവനാണ്. അതാണ് പള്ളിയിൽ വെച്ച് വിളിച്ചു പറയപ്പെടുന്നത് 6 പ്രാവശ്യം ഒരു നേരം, ഒരു ദിവസം. അതേ 30 പ്രാവശ്യം അങ്ങനെ ബാങ്കിലും, അതേ സമയത്ത് 20 പ്രാവശ്യം ഇഖാമത്തിലും 50 പ്രാവശ്യം വിളിച്ചു പറയുന്ന വാക്ക് അല്ലാഹു അക്ബർ, അല്ലാഹ് വലിയവനാണ്. പ്രസവിക്കപ്പെട്ട ഉടനെ ചവിട്ടിൽ പറയുന്നതും അത് തന്നെയാണ്, അല്ലാഹ് വലിയവനാണ്, അല്ലാഹു അക്ബർ. രണ്ടാമത്തെ വാചകം ശ്രദ്ധിച്ചോ നിങ്ങൾ. ഒരു പ്രകോപനവുമില്ല, നിർബന്ധവുമില്ല. ഇശ്ഹദ് അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. അത് ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വമാണ്. പക്ഷേ അത് നീ ഉറപ്പിച്ച് പ്രഖ്യാപിക്കണം എന്ന് പള്ളിയിൽ വെച്ച് ഉറക്കെ പറയുന്നില്ല. പറയുന്നത് എന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു. നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രകോപനത്തിന് വഴിയുണ്ടാക്കുന്നില്ല. നീ ആരാണത് പറയാൻ എന്ന് മറ്റൊരാൾക്ക് ചോദിക്കാൻ അവസരമുണ്ടാക്കുന്നില്ല. ഞാനത് പ്രഖ്യാപിക്കുന്നു, നിനക്കും അത് ചിന്തിക്കാം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം നമ്മെപ്പോലൊരു മനുഷ്യനല്ല, മറിച്ച് അള്ളാഹു പറഞ്ഞേച്ച അവന്റെ റസൂലാണ്, ദൂതരാണ്, ഒരു സാധാരണ മനുഷ്യനല്ല. അത് ഞാൻ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, നീ പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞ് പ്രകോപനമുണ്ടാക്കുന്ന ശൈലി ഇല്ല, നിർബന്ധത്തിന്റെ ഭാഷയില്ല. അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അടുത്ത വാചകം ശ്രദ്ധിച്ചോ നിങ്ങൾ. ഹയ്യാലസ് സലാഹ്, പ്രാർത്ഥനയിലേക്ക് വരൂ, എല്ലാവരെയും ക്ഷണിക്കുന്നു, വിവേചനം ഇല്ല. ഈ പരിപാടി സംഘടിപ്പിക്കുന്ന സംഘാടകരോട് ഞാൻ പറഞ്ഞു, എല്ലാവരെയും ക്ഷണിക്കണം, ഒരു വിവേചനവും നമുക്കില്ല, ഒരു മഹല്ലിലും ഇല്ല. ഹയ്യാലസ് സലാഹ്, വരുന്നവർക്ക് വരാം, അല്ലാത്തവർക്ക് വരാതിരിക്കാം, സ്വാതന്ത്ര്യമുണ്ട്. ഹയ്യാലസ് സലാഹ്, ഇസ്ലാമിന്റെ ദഅവത്ത്, അതിന്റെ പ്രബോധന രീതിയാണത്. എല്ലാവരെയും ക്ഷണിക്കുന്നു. ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ, എല്ലാവരെയും ക്ഷണിക്കുന്നു. വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് ആ വാചകം 2 തവണ പറയുന്നത്. വലത്തോട്ട് മാത്രം തിരിഞ്ഞാൽ പോരാ, ഇടത്തോട്ടും തിരിഞ്ഞ് പറയണം. ഹയ്യാലൽ ഫലാഹ്, വലത്തും ഇടത്തും വിവേചനം ഇല്ല. ഇസ്ലാമിന്റെ ദഅവത്ത് എല്ലാ ഭാഗത്തേക്കുമാണ്. വലത്തോട്ടുമുണ്ട് പ്രബോധനം, ഇടത്തോട്ടുമുണ്ട് പ്രബോധനം, 2 ഭാഗത്തേക്കും തിരിഞ്ഞുകൊണ്ടാണ്. ഹയ്യാലസ് സലാഹ്, ഹയ്യാലസ് സലാഹ്, ഹയ്യാലൽ ഫലാഹ്, ഹയ്യാലൽ ഫലാഹ്. ഇടത്തോ വലത്തോ വ്യത്യാസമില്ലാതെ ഇസ്ലാമിന്റെ പ്രബോധന രീതിയാണ്, വിവേചനമില്ലാത്ത പ്രബോധനം. എല്ലാവരെയും ക്ഷണിക്കുന്നു അതിന്റെ സുന്ദരമായ ആശയത്തിലേക്ക്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരും വന്നാലും വന്നില്ലെങ്കിലും ആദ്യം പറഞ്ഞതിന് മാറ്റമില്ല. അല്ലാഹ് വലിയവനാണ്, അല്ലാഹ് വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ ആരാധനക്കർഹനില്ല. അത് വസ്തുതയാണ്, അത് പറയുകയാണ്, പ്രകോപനത്തിന്റെ ശൈലിയില്ല. ഇതുകൊണ്ടാണ് ഈ ബാങ്കിനെ സംബന്ധിച്ച് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, പരിപൂർണമായ ഈ പ്രബോധനത്തിന്റെ റബ്ബായ അല്ലാഹുവേ. പ്രബോധനം, പണ്ഡിതന്മാരെ കർത്തവ്യം പ്രബോധനമാണ്. പ്രവാചകന്മാരുടെ അനന്തരക്കാരാണവർ. പ്രവാചകന്മാർക്ക് നിർദ്ദേശം പ്രബോധനമാണ്. അവരുൾക്കൊള്ളുന്ന സത്യം എല്ലാവർക്കും എത്തിച്ചു കൊടുക്കലാണ്. ആ പ്രബോധനത്തിലെ ഏറ്റവും പരിപൂർണ പ്രബോധനമാണ് ബാങ്ക്. എന്തുകൊണ്ടാണ് പരിപൂർണമായത്?
ആ ബാങ്കിന്റെ പ്രബോധനം ആരെയും ആകർഷിക്കുന്ന, ആരെയും പ്രകോപിപ്പിക്കാത്ത, ശ്രവണമധുരമായ രൂപത്തിൽ ആർക്കും ശല്യമില്ലാത്ത പ്രബോധനം. അതെത്രത്തോളം ആളുകൾ കേൾക്കുന്നുണ്ടോ അത്രത്തോളം ഫലവത്താണ്. എത്രത്തോളം കേൾക്കുന്നുണ്ടോ അവിടുന്നെല്ലാം പിശാച് ഓടുകയാണ്. പിശാച് എപ്പോഴും മനുഷ്യനെ പരസ്പരം തെറ്റിക്കാൻ ശ്രമിക്കുന്നവനാണ്. ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ. ശത്രുത കൊണ്ടുവരികയാണ്, പരസ്പരം നിങ്ങളെ കോപിപ്പിച്ച് നിങ്ങളെ പരസ്പരം തെറ്റിക്കുകയാണ് പിശാച് ഉദ്ദേശിക്കുന്നതെന്ന് ഖുർആൻ പറയുന്നു. നിങ്ങൾ തെറ്റിപ്പോകരുത്, നിങ്ങൾ തെറ്റിപ്പോകരുത്. പിശാചിന്റെ പ്രവർത്തനമാണ്. എത്രത്തോളം പിശാചിനെ അകറ്റാൻ കഴിയുമോ നിങ്ങൾ അകറ്റിക്കൊണ്ടേ ഇരിക്കണം. നിങ്ങൾക്ക് ദേഷ്യം വന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാചിൽ നിന്ന് കാവല് ചോദിക്കണം. ഇരിക്കുമ്പോൾ വെറുപ്പ് പിടിച്ചാൽ അതേ നിൽക്കണം, നിൽക്കുമ്പോൾ വെറുപ്പ് പിടിച്ചാൽ ഇരിക്കണം, എന്നിട്ടും വെറുപ്പ് പിടിച്ചാൽ കിടക്കണം, അല്ലെങ്കിൽ സ്ഥലം മാറിക്കളയണം, ഒതുവെടുക്കണം. ഇതിന്റെ എല്ലാം പുറമെ ദേഷ്യം പിടിച്ച് ചൂടായവൻ അവന്റെ ചെവിട്ടിൽ ബാങ്ക് കൊടുക്കണം. ഫതുഹുൽ മുഈൻ. ദേഷ്യം പിടിച്ചവന്റെ ചെവിട്ടിൽ ബാങ്ക് കൊടുക്കണം. കാരണം പിശാച് ഓടണം. പിശാച് ഓടാനുള്ള കാരണമാണ് ബാങ്ക്. കാരണം അത് പരിപൂർണമായ ദഅവത്താണ്, അദ്ദഅവത്തു താമ്മ. അതുകൊണ്ട് തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ ചെവിട്ടിൽ കൈവെക്കണം. ശബ്ദം വളരെ ഉയരത്തിൽ കിട്ടാൻ വേണ്ടിയാ. സഹോദരന്മാര്, ഉയർന്ന സ്ഥലത്ത് വെച്ചാകൽ സുന്നത്തുണ്ട്, ധാരാളം ആളുകൾ കേൾക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ബാങ്ക് അത് ഏറ്റവും പരിപൂർണമായ പ്രബോധനമാണ്. ആ ബാങ്കിന്റെ ശൈലിയിലാണ് പ്രബോധനങ്ങൾ നടക്കേണ്ടത്. അപ്പൊ ആർക്കും ആരെയും നിർബന്ധിക്കേണ്ട വിഷയം ഇല്ല. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ അഫഅൻത തുക്രിഹു الناس ഹത്താ യകൂനു മുഅ്മിനീൻ. ജനങ്ങളെ മുഅ്മിനീങ്ങളാകാൻ നിങ്ങൾ നിർബന്ധിക്കുകയോ? അങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം. മറിച്ച് വളരെ സുന്ദരമായ വിശാലമായ കാഴ്ചപ്പാട്. ആ പരിശുദ്ധ ഇസ്ലാം മുഴുവൻ മതക്കാരോടും മതമില്ലാത്തവരോടും സർവ കക്ഷികളോടും സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കാൻ പഠിപ്പിച്ചു. ഇവിടെ പൊതു കാര്യങ്ങളിലെല്ലാം മാനുഷിക ഐക്യം വേണം. ഈ അടുത്ത് കണ്ണൂരിൽ ഒരു വലിയ ദുരന്തമുണ്ടായി. ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ആഖിറത്തിൽ സവാബ് നൽകുമാറാകട്ടെ. ദുരന്തത്തിൽ പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഏത് കക്ഷികളാണെങ്കിലും അല്ലാഹുവർക്ക് മനസ്സമാധാനവും ഐശ്വര്യവും നൽകട്ടെ. അപകടത്തിൽപ്പെട്ടവർക്ക് അല്ലാഹു തആല രക്ഷ നൽകട്ടെ. സുഹൃത്തുക്കളെ, ഒരു ദുരന്തം വന്നാൽ ആ ദുരന്തത്തെ നേരിടുന്നതിൽ അവിടെ ഒരു പാർട്ടിയും ഒരു മതവും നോക്കേണ്ടതില്ല, ഒരാശയവും നോക്കേണ്ടതില്ല. എല്ലാവരും സഹകരിക്കണം. പലരും പറയും പൊതുകാര്യത്തിൽ പുറംതിരിഞ്ഞു നിൽക്കരുത്, പൊതുകാര്യത്തിൽ സഹകരിക്കണം, പൊതുകാര്യത്തിൽ ഐക്യത്തിലാകണം. അതിൽ ആർക്കും തർക്കമുണ്ടാകാൻ പാടില്ല. ഒരിക്കലും തന്നെ തർക്കമുണ്ടാകുന്ന ഒരു വിഷയവുമല്ല. പൊതുകാര്യത്തിൽ എല്ലാ മതക്കാരും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ പൊതുകാര്യത്തിൽ സഹകരിക്കണം. പക്ഷെ മതകാര്യം വരുമ്പോൾ ഓരോ മതക്കാർക്ക് ഓരോ മതങ്ങളും, മതമില്ലാത്തവർക്ക് മതമില്ല എന്ന മതമുണ്ട്. ഏത് കക്ഷികൾക്കും അവരവരുടെ ആശയം അനുസരിച്ച് പോകാം. അത് കൂട്ടിക്കലർത്തരുത്. അത് കൂട്ടിക്കലർത്തിയാൽ അപകടമേ സംഭവിക്കുള്ളൂ. അങ്ങനെയാണല്ലോ, എല്ലാ കാര്യവും എല്ലാ സ്ഥലത്തും പറ്റൂല. ഇസ്തിരിപ്പെട്ടി വളരെ നല്ലതാണ്. എന്തിന്? ചുളിഞ്ഞ ഷർട്ട്, ചുളിഞ്ഞ തലേക്കെട്ട്, ചുളിഞ്ഞ തുണിയൊക്കെ നിവർത്തിയെടുക്കാൻ വളരെ നല്ലതാണ് ഇസ്തിരിപ്പെട്ടി ചൂടാക്കി വെച്ചാൽ. പക്ഷേ ഉമ്മാമയുടെ മുഖം ചുളിഞ്ഞത് കണ്ടാൽ, അല്ലെങ്കിൽ ഉപ്പാപ്പന്റെ മുഖം ചുളിഞ്ഞത് കണ്ടാൽ അത് ഇസ്തിരിപ്പെട്ടി കൊണ്ട് ശരിയാക്കാമെന്നാരും ധരിക്കരുത്. കാരണം അത് ഇസ്തിരിപ്പെട്ടി നടക്കുന്ന വിഷയമല്ല. ഇസ്തിരിപ്പെട്ടി നടക്കേണ്ട വിഷയത്തിൽ ഇസ്തിരിപ്പെട്ടി എടുക്കണം. മറ്റുള്ളതിന് മറ്റുള്ള രൂപഭാവങ്ങൾ കാണും. ചിലതൊരിക്കലും പരിഹരിക്കാൻ കഴിയില്ല. പ്രായം ചെന്നിട്ട് മുഖം ചുളിഞ്ഞതാണെങ്കിൽ അത് പരിഹരിക്കാൻ ആരും മെനക്കേണ്ട ആവശ്യമില്ല. അത് പരിഹരിക്കാൻ കഴിയില്ല. പരിഹരിക്കാൻ കഴിയുന്നതേ പരിഹരിക്കാൻ കഴിയൂ എന്നതും നമ്മൾ ചിന്തിക്കണം. എല്ലാം പരിഹരിക്കാമെന്ന് ആരും ചിന്തിക്കരുത്. ചിലതൊക്കെ പരിഹരിക്കാൻ കഴിയും, ചിലത് പരിഹരിക്കാൻ കഴിയില്ല. പരിഹരിക്കാൻ കഴിയാത്തതാണ് തന്നെ ധരിക്കണം. അങ്ങനെ ധരിക്കണം. ഒരാൾക്ക് 5 ആമക്കളാണ്, അല്ലെ 10 പെമ്മക്കളാണ്. അത് പരിഹരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ളാഹു തന്നെ പരിഹരിച്ചു തരണം. അള്ളാഹു തന്നെ പരിഹരിച്ചു തരണം. ഇതുപോലെ ജനങ്ങൾക്കിടയിലുള്ള ഇണക്കം, അത് നീ ഭൂമിയിലുള്ളത് അല്ലെങ്കിൽ എത്ര തന്നെ ചെലവഴിച്ചാലും, ഈ ലോകത്തുള്ള മുഴുവൻ വിഷയവും ചെലവഴിച്ചാലും, ഉഹദ് പർവ്വതം പോലെ ചെലവഴിച്ചാലും, അതിലധികം ചെലവഴിച്ചാലും, ലമാ അല്ലഫ്ത ബൈനഹും,
ആരെയും ഇണക്കാൻ കഴിയില്ല. ഇണക്കാൻ പിന്നെ ആര് ഇണക്കണം? വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ജനങ്ങൾക്കിടയിൽ ഇണക്കം നൽകുന്നവൻ. പക്ഷേ ഏത് രോഗത്തിനും ചികിത്സകളുണ്ട്. ചികിത്സകൾ പല വിധത്തിലാണ്. എല്ലാ ചികിത്സയും ഒരുപോലെയല്ല. ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയുള്ള പല പരിപാടികളുണ്ട്, ശുദ്ധീകരിക്കാനുള്ള പരിപാടി, അത് പല വിധത്തിലാണ്. ഫത്ഹുൽ മുഈനുദ്ദീൻ മുതഅല്ലിമീങ്ങൾക്കറിയാം, പല വിധത്തിലാണ്. ഒരു ചെറിയ ഉദാഹരണം, 2 കൊല്ലത്തിൽ കുറഞ്ഞൊരു വെള്ളം മുസ്തഅമലായി. 2 കൊല്ലത്തിൽ കുറഞ്ഞ ഒരു വെള്ളം മുസ്തഅമലായി. മുസ്തഅമൽ എന്ന് പറഞ്ഞാൽ ഫർദിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളത്തിനാണ് മുസ്തഅമൽ എന്ന് പറയും. അതായത് നമ്മൾ ജനാബത്ത് കുളിക്കാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം, അല്ലെങ്കിൽ വുളൂഇൽ മുഖം കഴുകാൻ വേണ്ടി, കൈ കഴുകാൻ വേണ്ടി ഉപയോഗിച്ച വെള്ളം. അങ്ങനെ 2 കൊല്ലത്തിൽ കുറഞ്ഞ ഒരു വെള്ളം മുസ്തഅമലായി പോയി. അങ്ങനെ ഒരു ബക്കറ്റ് വെള്ളം തീർത്ത് മുസ്തഅമലായി, വേറൊരു ബക്കറ്റ് വെള്ളം അതും മുസ്തഅമലായി പോയി. അങ്ങനെ ഇത് 2 കൂടി കൂട്ടി നോക്കി. 2 കൂടി കൂട്ടി നോക്കുമ്പോൾ 2 കൊല്ലത്തില്ല, എന്നാൽ അത് ഉപയോഗിക്കാൻ പറ്റില്ല. എന്നാൽ പിന്നെ മൂന്നാമത്തെ ഒരു ബക്കറ്റ് വെള്ളം, അതും മുസ്തഅമൽ തന്നെ, ഉപയോഗിച്ച വെള്ളം തന്നെ, അതും കൂടി ഇതിലങ്ങോട്ട് ഒഴിച്ചപ്പോഴോ 2 കൊല്ലത്തായി. ഇനി അതുകൊണ്ട് ഒന്നു കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പൊ 2 ഉള്ളതിൽ ഒരു മൂന്നാമത്തും കൂടി ചേരുമ്പോൾ ഒന്നു കൊടുക്കാൻ പറ്റും ചിലപ്പോൾ. അങ്ങനെ ചിലത് ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റു ചില നിലക്ക് ശുദ്ധീകരണങ്ങളുണ്ട്. ഒരു കിണർ, ആ കിണറ്റിൽ അതാ നജസ് കുടുങ്ങിപ്പോയി. ആ കിണറ്റിലെ വെള്ളം നോക്കുമ്പോൾ 2 കൊല്ലത്തില്ല, മുത്തനജിസായി പോയി വെള്ളം. ആ വെള്ളം എന്ത് ചെയ്യണം? അത് വറ്റിക്കാൻ പാടില്ല. 2 കൊല്ലത്തിൽ കുറഞ്ഞൊരു കിണറ്റിലെ വെള്ളം, ആ വെള്ളത്തിൽ എന്തോ ഒരു നജസ് കുടുങ്ങി, ആ വെള്ളം വറ്റിക്കാൻ പാടില്ല. ആ വെള്ളം വറ്റിച്ചാൽ ആ സ്ഥലം മുത്തനജിസായി അവിടെ തന്നെ ഉണ്ടാവും. കിണറ്റിന്റെ താഴെ സ്ഥലം മുത്തനജിസായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. പിന്നെ അവിടെ ഉറവ് വെട്ടി വരുന്നതും പിന്നെയും 2 കൊല്ലത്തില്ലെങ്കിലോ ആ വെള്ളം പിന്നെയും മുത്തനജിസാവും. പിന്നെ അവിടെ എന്ത് ചെയ്യണം? അത് വറ്റിക്കാൻ പാടില്ല. പിന്നെന്താ വേണ്ടത്? അവിടെ കുറച്ചുകൂടി വെള്ളം കൊണ്ടിട്ട് ഒഴിക്കണം. അതൊന്നുകിൽ നല്ല വെള്ളവും ഒഴിക്കാം, അല്ല മുത്തനജിസായ വെള്ളം തന്നെ ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ 2 കൊല്ലത്താകുന്നത് വരെ ഒഴിക്കണം. എന്നിട്ട് അതിന് പകർച്ചയൊന്നും ഇല്ലെങ്കിലോ ശുദ്ധിയാവും. പകർച്ച ഉണ്ടേ ശുദ്ധിയാവില്ല, പകർച്ച പോയാൽ ശുദ്ധിയാവും. അപ്പൊ എങ്ങനെയാണ് ഇത് ശുദ്ധിയായത്? ശുദ്ധിയായത് വേറെ മൂന്നാമത്തൊന്ന് ഇടപെട്ടപ്പോഴാണ്. അങ്ങനെ ശുദ്ധിയാകുന്ന രൂപങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ ശുദ്ധീകരണത്തിന് ഫത്ഹുൽ മുഈനിൽ കുറെ മസ്അലകൾ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന പല മാർഗങ്ങളുണ്ട്. എല്ലാ വിഷയവും ഇൽമിൽ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. കിതാബ് പറയാത്ത ഒരു മസലയില്ല, ഒരു നയവുമില്ല, ഒരു പരിപാടി. ഫത്ഹുൽ മുഈനിൽ പ്രത്യേകിച്ച് ഫത്ഹുൽ മുഈനി കിതാബുൻ സൈനുഹു അജബു ഹവാ മിനൽ ഫിഖ്ഹി മാ ലം യഹ്വിഹി കുതുബു. വേറെ കിതാബുകളിലൊന്നുമില്ലാത്ത ഒരുപാട് വിഷയങ്ങൾ അത് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് ഫത്ഹുൽ മുഈൻ. ഇപ്പൊ സഹോദരന്മാരെ, എല്ലാറ്റിനും വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിന് രൂപങ്ങളുമുണ്ട്. അപ്പം മതങ്ങൾ തമ്മിലോ പാർട്ടികൾ തമ്മിലോ മനുഷ്യവംശത്തിൽപ്പെട്ട ഒരാളും തമ്മിലോ ഒരു പ്രശ്നവും ഉണ്ടാകേണ്ടതില്ല. ആരും അക്രമവാസനയോടുകൂടെ ജീവിക്കേണ്ടതില്ല, ആരും പ്രകോപനമുണ്ടാക്കേണ്ടതില്ല. നിങ്ങൾ സഹീഹുൽ ബുഖാരി മറിച്ചു നോക്കിയാൽ കാണാം ഒരു അധ്യായം. സഹീഹുൽ ബുഖാരി എന്ന് പറയുമ്പോൾ എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും ഉണ്ടാകാം. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ വളരെ ആധികാരികമായി ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. അതിലൊരു അധ്യായം ബാബുൽ ഹദിയ്യത്തി ലിൽ മുശ്രിക്കീൻ വഖൗലില്ലാഹി തആല ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. ബഹുദൈവ വിശ്വാസികളായ അമുസ്ലിം സഹോദരന്മാർക്ക് ഹദിയ കൊടുക്കുന്നതിൽ പറയുന്ന അധ്യായം. മുസ്ലിങ്ങളല്ല, മറിച്ച് ബഹുദൈവ വിശ്വാസികളായ അമുസ്ലിം സഹോദരന്മാർ, അവർക്ക് നമ്മളെങ്കിലും ഹദിയ കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും നമ്മൾ ഹദിയ എന്ന് സാധാരണ പറയാ, ആദരവോടെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുന്നതിനാണ് ഹദിയ എന്ന് പറയാം. അപ്പൊ അമുസ്ലിം സഹോദരന്മാർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിൽ പറയുന്ന അധ്യായം വഖൗലില്ലാഹി തആല, അല്ലാഹുവിന്റെ ഖുർആനിലെ വാക്കിനെ കുറിച്ചും പറയുന്ന അധ്യായം. ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതൂ ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു പറയാണ് ലാ യൻഹാകുമുല്ലാഹു, അല്ലാഹു തആല നിങ്ങളെ വിരോധിക്കുന്നില്ല, അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി, മതവിഷയത്തിൽ നിങ്ങളോട് സംഘട്ടനത്തിന് വരാത്ത, മതവിഷയത്തിൽ നിങ്ങളോട് പോരാടാത്ത, നിങ്ങളെ മതമനുസരിച്ച് ജീവിക്കുന്നതിന് ഒരു പ്രശ്നവും കാണിക്കാത്ത മറ്റ് അമുസ്ലിം സഹോദരന്മാർ, ആ സഹോദരന്മാരായ കക്ഷികൾ വലം യുഖ്രിജൂകും മിൻ ദിയാരികും, നിങ്ങളെ വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും
അവര് നിങ്ങളെ അടിച്ചു പുറപ്പെടുവിക്കാൻ വന്നിട്ടില്ല, നിങ്ങളോട് സൗഹാർദ്ദത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെയുള്ള അമുസ്ലിം സഹോദരന്മാർ അന്തബറൂഹും, നിങ്ങൾ അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുക, അത് പടച്ചവൻ വിരോധിക്കുന്നില്ല. വതുഖ്സിതു ഇലൈഹിം, മറ്റ് അമുസ്ലിം സഹോദരന്മാർക്ക് നിങ്ങളതാ നീതി പുലർത്തിക്കൊടുക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അത് പടച്ചവൻ വിരോധിക്കുന്നില്ലെന്ന് മാത്രമല്ല, പടച്ചവൻ അത് ഇഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളോട് സൗഹാർദ്ദത്തിലും സഹകരണത്തിലും കരാറിലും യോജിപ്പിലും രജ്ഞിപ്പിലും ജീവിക്കുന്ന മറ്റ് മതക്കാരായ ബഹുദൈവ വിശ്വാസികൾ, അവരൊരു പക്ഷേ ആരാധിക്കുന്നത് മറ്റൊന്നിനെ ആയിരിക്കാം. നാളെ ശ്രീകൃഷ്ണ ജയന്തിയാണ്, അതിൻ്റെ ആരാധനകളുമായി നമ്മുടെ മുസ്ലിം സഹോദരന്മാർ നടക്കുന്നുണ്ടാകാം. അതുപോലെ മറ്റൊരു അവസരത്തിൽ അവർ അയ്യപ്പ ഭക്തന്മാരായി പോകുന്നവരുണ്ടാകാം. അങ്ങനെ പലരും ഉണ്ടാകാം. അവരുടെ ആശയമനുസരിച്ച് അവർ നീങ്ങുന്നു. പക്ഷേ നമ്മളുമായി കരാറിലാണ്, നമ്മളുമായി രജ്ഞിപ്പിലാണ്, നമ്മളുമായി സൗഹാർദ്ദത്തിലാണ്. അങ്ങനെ സഹകരിച്ചു കൊണ്ട് നീങ്ങുന്നവരാകുമ്പോൾ അവരോട് നിങ്ങൾ നീതി പുലർത്തുന്നത് പടച്ചവൻ ഇഷ്ടപ്പെടുന്നു, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കുന്നത് പടച്ചവൻ ഇഷ്ടപ്പെടുന്നു, അത് പടച്ചവൻ വെറുക്കുന്നില്ല എന്നറിയിക്കുന്ന ഖുർആനിലെ ആയത്ത് പറയുന്ന അധ്യായം, ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുത്തുകൊണ്ട് ഖുർആനിലെ ഈ ആയത്തിന്റെ ആശയം ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. സൂറത്തുൽ മുംതഹിനയിലെ 8-ാമത്തെ ആയത്തിന്റെ അധ്യായം. എന്നിട്ട് അതിൽ ആദ്യം തന്നെ കൊണ്ടുവരുന്ന ഒരു ഹദീസ്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു നല്ല ഹുല്ലത്ത്, അതേ പട്ടിന്റെ ഒരു വസ്ത്രം, ആ വസ്ത്രം വിൽക്കപ്പെടുന്നത് കണ്ടപ്പോ, ഓ നബിയെ, വെള്ളിയാഴ്ച ദിവസം അങ്ങയ്ക്ക് ധരിക്കാൻ വേണ്ടി ആ പട്ടിന്റെ വസ്ത്രം തങ്ങൾ വാങ്ങിക്കൊള്ളുക. തങ്ങളുടെ അടുക്കൽ പല നാട്ടിലെയും രാഷ്ട്രത്തലവന്മാരും അതുപോലെ പല രാഷ്ട്രത്തിൻ്റെയും പ്രതിനിധികളും വരുമ്പോൾ അങ്ങയ്ക്ക് അത് ധരിച്ചാൽ നല്ല ഗെറ്റപ്പുണ്ടാകും എന്ന നിലക്ക് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നമാ യൽബസു ഹാദിഹി മല്ലാ ഖലാഖ ലഹു ഫിൽ ആഖിറ, പാരത്രിക ലോകത്ത് പട്ട് ധരിക്കാൻ ഭാഗ്യമില്ലാത്തവനെ അതിവിടെ ധരിക്കൂ. സുബ്ഹാനല്ലാഹ്, അത് ധരിക്കാൻ പുരുഷന്മാർക്ക് പാടില്ലെന്ന് പഠിപ്പിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതേ രൂപത്തിലുള്ള കുറച്ച് പട്ട് വസ്ത്രങ്ങൾ മുന്നിലെത്തിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആരോ ഹദിയ കൊടുത്തതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അതിൽ നിന്നൊരു പട്ട് വസ്ത്രം അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് കൊടുത്തയച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്തയച്ചപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, കൈഫ അൽബസുഹാ വഖദ് ഖുൽത ഫീഹാ മാ ഖുൽത, ഓ നബിയെ, പട്ടുവസ്ത്രം ധരിക്കുന്നവന് പാരത്രിക ലോകത്ത് അത് ധരിക്കാൻ കഴിയില്ലെന്നല്ലേ തങ്ങൾ പറഞ്ഞത്, പിന്നെ ഞാനെങ്ങനെ ഇത് ധരിക്കും? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് അവിടുത്തെ മറുപടി, ഇന്നീ ലം മക്സുഖഹാ ലിതൽബസഹാ, ഉമറേ, അത് നിനക്ക് ധരിക്കാൻ വേണ്ടി തന്നതല്ല, തബിയൂഹ, അത് നിനക്ക് വിറ്റ് കാശാക്കാം. അല്ലെങ്കിലോ ഔ തക്സൂഹ, അത് നിനക്ക് അത് ധരിക്കാൻ പറ്റുന്നവർക്ക് ധരിപ്പിക്കാം, ധരിക്കാൻ പറ്റുന്നവർക്ക് ധരിപ്പിക്കാം. അങ്ങനെ എന്തു ചെയ്തു? ഫാർസല ബിഹാ ഉമർ ഇലാ അഖിൻ ലഹു മിൻ മക്കത ഖബ്ല അൻ യുസ്ലിമ, മുസ്ലിം അല്ലാത്ത ഒരു സഹോദരൻ ഉണ്ടായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്. ഉസ്മാൻ ഇബ്നു ഹക്കീം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഉസ്മാൻ ഇബ്നു ഹക്കീമിന് ധരിക്കാൻ ആ വസ്ത്രം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തു. എന്തിന്? ഈ ഹദീസ് ഇമാം ബുഖാരി ഇവിടെ എന്തിനു കൊണ്ടുവന്നു? മുസ്ലിം അല്ലാത്തവർക്കും ഗിഫ്റ്റ് കൊടുക്കാം എന്നത് പഠിപ്പിക്കാൻ വേണ്ടി ഈ ഹദീസ് കൊണ്ടുവന്നു. ഇനി നിങ്ങൾ നോക്കൂ, രണ്ടാമത് ഇമാം ബുഖാരി കൊണ്ടുവരുന്ന ഹദീസ്, മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഖദിമത്ത് അലയ്യ ഉമ്മി വഹിയ മുശ്രിക്കത്തുൻ ഫീ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലുമായി മുശ്രിക്കുകൾ കരാറിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന കാലം എൻ്റെ ഉമ്മ, എൻ്റെ അമ്മ, ആ അമ്മ അമുസ്ലിം സഹോദരിയാണ്, ബഹുദൈവാരാധന നടത്തുന്ന പെണ്ണാണ്. ആ ഉമ്മ എൻ്റെ അടുക്കൽ വന്നു, എൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വന്നു. ഫസ്തഫ്തൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുൽതു ഇന്ന ഉമ്മി ഖദിമത്ത് വഹിയ റാഗിബ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ഫത്വ ചോദിച്ചു, നബിയെ, എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട്, ഞാൻ മകളാണല്ലോ, അഫാസിലു ഉമ്മി, എൻ്റെ ഉമ്മ നമ്മുടെ മതക്കാരിയല്ല, അവൾക്ക് എനിക്കെന്തെങ്കിലും അവർക്കെന്തെങ്കിലും കൊടുത്ത് ബന്ധം, ഉമ്മയും മകളും തമ്മിലുള്ള ബന്ധം പുലർത്താൻ പറ്റുമോ? ഖാല നഅം സിലി ഉമ്മക്കി, നബി തങ്ങളുടെ മറുപടി, അതെ, നിന്റെ ഉമ്മയോടുള്ള ഉമ്മ എന്ന ബന്ധം നീ പുലർത്തണം. നിന്റെ അമ്മ അമ്മ തന്നെയാണ്, മതം മറ്റൊന്നാണെങ്കിലും അമ്മ അമ്മ തന്നെയാണ്, ബാപ്പ ബാപ്പ തന്നെയാണ്, പെങ്ങള് പെങ്ങള് തന്നെയാണ്. ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഭാര്യയെ തൊട്ട് ഒതുവെടുത്തിട്ട് എൻ്റെ ഭാര്യയെ തൊട്ട്
ഞാൻ പിന്നീട് ഒതുവെടുക്കാതെ നിസ്കരിക്കാൻ നിർവാഹമില്ല. ഭാര്യയെ തൊട്ടാൽ ഒതുമുറിയും, പക്ഷെ ഉമ്മാനെ തൊട്ടാ മുറിയൂല, പെങ്ങളെ തൊട്ടാ മുറിയൂല. കാരണം എല്ലാവർക്കും ബോധ്യമാണ്. കാരണം ഭാര്യയെ തൊടുമ്പോൾ വികാരത്തിന് സാധ്യതയുണ്ട്. ഉമ്മാനെയും പെങ്ങളെയൊന്നും തൊടുമ്പോൾ വികാരത്തിന് സാധ്യതയില്ല. ഭാര്യന്റെ ഉമ്മാനെ തൊടുമ്പോൾ വികാരത്തിന് സാധ്യതയില്ല. കാരണം സാധ്യത ഉള്ളവനാണെങ്കിൽ അവനൊട്ട് ആ വീട്ടിൽ കയറ്റാനും പാടില്ല. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ ഭാര്യന്റെ ഉമ്മനെ തൊടുമ്പോൾ ഒതു മുറിയൂല, ഉമ്മാനെ തൊടുമ്പോൾ ഒതു മുറിയൂല, പെങ്ങളെ തൊടുമ്പോൾ ഒതു മുറിയൂല. ഭാര്യനെ തൊട്ടാ ഒതു മുറിയും. കാരണം ഭാര്യയെ തൊടുമ്പോൾ വികാര സാധ്യതയുണ്ട്, അന്യ സ്ത്രീയെ തൊടുമ്പോൾ വികാര സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒതു മുറിയും. അങ്ങനെയാണ് മസ്അല. പക്ഷേ നിങ്ങൾ ഓർക്കണം, പെങ്ങളെ തൊട്ടാ ഒതു മുറിയൂല. അപ്പൊ എന്റെ ഭാര്യ അല്ലെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഭാര്യ, ആ ഭാര്യ മുസ്ലിമത്താണ്, അവളെ തൊട്ടാ ഒതു മുറിയും. പക്ഷെ അവന്റെ പെങ്ങള് കല്യാണിയാണ്, അല്ലെ ചിരുതയാണ്, അല്ലെ മാധുവാണ്, അല്ലെങ്കിൽ വേറെ മറിയാമ്മയാണ്, ഏതോ ഒരു മതക്കാരിയാണ്. പക്ഷെ പെങ്ങളാണ്, അവന്റെ സ്വന്തം പെങ്ങളാണ്, അവൻ ഇസ്ലാമിൽ വന്നതാണ്, അങ്ങനെ പെങ്ങളാണ്. എന്നാൽ ആ പെങ്ങളെ തൊട്ടാ ഒതു മുറിയൂല. പെങ്ങളെ തൊട്ടുകൊണ്ട് തന്നെ നിസ്കരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ആ സമയത്ത് മുസ്ലിമത്തായ പെണ്ണിനെ ഭാര്യയെ തൊട്ടാ ഒതു മുറിയും, ഉമ്മാൻ തൊട്ടാ മുറിയൂല. അങ്ങനെ പെങ്ങള് പെങ്ങൾ തന്നെയാണ്, അമ്മ അമ്മ തന്നെയാണ്, അച്ഛൻ അച്ഛൻ തന്നെയാണ്. ഖുർആൻ അതാണ് പറഞ്ഞത്, നിന്റെ മാതാപിതാക്കൾ അമുസ്ലിങ്ങളാണെങ്കിൽ ആശയം മാറാൻ വേണ്ടി നിന്നോട് പറഞ്ഞാൽ നീ ആശയം മാറാൻ പാടില്ല. നീ ഇസ്ലാമിന്റെ ആശയത്തിൽ ഉറച്ചു നിൽക്കണം. പക്ഷേ അവരോട് നീ നല്ല നിലക്ക് പെരുമാറണം. അച്ഛനാണെന്നത് കാണണം, അമ്മയാണെന്നത് കാണണം. അച്ഛനമ്മ എന്ന നിലക്കുള്ള ബഹുമാനാദരവുകൾ അവർക്ക് നൽകണം. അതേ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആകയാൽ പരിശുദ്ധ ഇസ്ലാമിൽ വർഗീയതയില്ല, വർഗീയതയുടെ ഒരു കണിക പോലുമില്ല. വർഗീയതയിലേക്ക് പോകാൻ ഒരൊറ്റ മനുഷ്യനെയും ഇസ്ലാം അനുവദിക്കുന്നില്ല. തീവ്രവാദത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല, ഭീകരവാദത്തിലേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം ചെറുപ്പക്കാരെ, ഒരിക്കലും തന്നെ തീവ്രവാദമോ ഭീകരവാദമോ വർഗീയതയോ മനുഷ്യർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യർ മാനുഷിക ഐക്യം പുലർത്തി ജീവിക്കണം. പക്ഷേ ഈ പറഞ്ഞതെല്ലാവർക്കും ബാധകമാണ്. പക്ഷേ മതപരമായ രംഗം വരുമ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പെരുന്നാളിന് നിസ്കരിക്കാൻ വരുന്നത് മുസ്ലിങ്ങളായിരിക്കും. മറ്റുള്ളവർ പള്ളിയിലേക്ക് വന്ന സൗഹാർദ്ദം തകരും. നാളെ ശ്രീകൃഷ്ണ ജയന്തി നടക്കുമ്പോൾ ആ ശ്രീകൃഷ്ണ ജയന്തിയിൽ പങ്കെടുക്കുന്നത് ഹൈന്ദവ സഹോദരന്മാരായിരിക്കും. അവിടെ മുസ്ലിങ്ങൾ പോയാൽ അവിടെയും സൗഹാർദ്ദം തകരും. മുസ്ലിങ്ങൾ അതിന് പോകാൻ പാടില്ല. അതുപോലെ നമ്മുടെ പള്ളിയിലേക്ക് ഹൈന്ദവർ കയറി വന്ന് ഞങ്ങളും നിസ്കാരത്തിൽ കൂടട്ടെ എന്ന് പറയാൻ പാടില്ല. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ നമ്മൾ അതിൻ്റെതായ ചിട്ടയിൽ നടത്തും. അതേപോലെ തന്നെ മറ്റു ചിലർ ഓണാഘോഷങ്ങളും അതുപോലെ വിഷു ആഘോഷവും നടത്തും. അവർക്കത് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്, നടത്താൻ അനുമതി കൊടുത്തേക്കണം. നമുക്കിത് നടത്താൻ സ്വാതന്ത്ര്യമുണ്ട്. പെരുന്നാൾ വരുമ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള പോലീസുകാർ ഭയപ്പെടുന്ന സ്വഭാവം ഉണ്ടാകരുത്. പടക്കം പൊട്ടിച്ചെന്ത് നാശം വരുത്തുമെന്ന പേടിയുണ്ടാകരുത്. ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും അങ്ങനെ ഒരു ഭയം പോലീസുകാർക്കുണ്ടാക്കരുത്. മറിച്ച് മുഴുവൻ ആളുകളും പ്രകോപനത്തിന് വഴിയില്ലാത്ത വിധം വളരെ സൗമ്യമായ നിലക്ക് ഓരോ മതക്കാരനും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ പോലെ സ്വാതന്ത്ര്യമുള്ള മറ്റൊരു രാജ്യം വേറെയില്ല. ഏത് മതക്കാരനും അവനവന്റെ ആശയം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ പരിപാടി എത്ര പെട്ടെന്നാണ് നമുക്ക് പെർമിഷൻ കിട്ടിയത്. ഇവിടെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളുണ്ട്, എന്നിട്ടും നമുക്കിവിടെ പ്രസംഗിക്കാൻ സൗകര്യം ലഭിച്ചു. ഇത്രയും സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യം വേറെ മറ്റൊരു ലോകത്തുണ്ടോ എന്ന സംശയമാണ്. ഈ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ സർവ്വ മതക്കാരും സർവ്വ പാർട്ടിക്കാരും സർവ്വ സംഘടനക്കാരും ഒരുപോലെ മനുഷ്യന്മാർ ഐക്യപ്പെടണം. അതാണ് ഞാൻ പറഞ്ഞ മാനുഷിക ഐക്യം. പക്ഷേ നമ്മെ തകർക്കുന്നത് ആരാണ്, എവിടെയാണ്? അതിനെക്കുറിച്ച് അല്പം പറയാനുണ്ട്. ഖുർആൻ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന് ഭൗതികമായ പ്രേമം, സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള സ്ഥാനമാനത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, അതുപോലെ തന്നെ പണത്തോടുള്ള ആഗ്രഹം, ഞാനാണ് വലിയവനെന്ന് വരുത്തി തീർക്കാനുള്ള ആവേശം, ഞാനാണത് ശരിയാക്കിയത്, ഞാനാണിത് ശരിയാക്കിയത്, ഞാൻ മുഖേന അത് ശരിയാകണം, ഞാൻ മുഖേന അല്ലെങ്കിൽ ശരിയാകരുത്. ഇങ്ങനെയുള്ള ദുഷിച്ച ചിന്തകളാണ്
മനുഷ്യനെ പിഴപ്പിക്കുന്നത്. ഖുർആൻ അതാണ് പറയുന്നത്, ഇഅ്ലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലൈബുൻ വലഹുവും വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദി കമസലി ഗൈസിൻ അജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. മനുഷ്യർക്കിടയിൽ, സംഘടനകൾക്കിടയിൽ, പാർട്ടികൾക്കിടയിൽ ഇവിടെ സംഘടനകളോ പ്രകോപനങ്ങളോ ഇല്ലാതിരിക്കാൻ ഖുർആൻ ആത്മീയ നിർദ്ദേശം നൽകുകയാണ്. ഖുർആൻ പഠിപ്പിക്കുന്ന, ഇൽമു, നിങ്ങളെല്ലാം അറിയുവീൻ, അന്നമൽ ഹയാത്തുദ് ദുനിയാ, ഈ ഭൗതികമായ ജീവിതം, ലൈബുൻ വലഹുൻ വസീന, അത് കുറെ കളി, കുറെ അനാവശ്യം, കുറെ അഴകി, വതഫാഖുറുൻ ബൈനകും, നിങ്ങൾക്കിടയിൽ പവർ പറയൽ, ഞാനത് ശരിയാക്കിയത്, ഇവനാണ് സെറ്റാക്കുന്നത്, അവനാണത് റെഡാക്കിയത്, അങ്ങനെ പവർ പറയൽ. അതുപോലെ ആർക്കാണ് കൂടുതൽ മക്കളുള്ളത്, ആർക്കാണ് കൂടുതൽ സമ്പത്തുള്ളത്, ആർക്കാണ് കൂടുതൽ അനുയായികളുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുള്ള മത്സരം, പരസ്പരം വർദ്ധനവ് പറഞ്ഞുകൊണ്ടുള്ള മത്സരം. ചിന്തിക്കുന്ന മനുഷ്യൻ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വലിയ മഴ പോലെ, ആ മഴ ഇങ്ങോട്ട് വന്നപ്പോ കൃഷി ചെയ്യുന്ന കർഷകന്മാർക്ക് ആ മഴ കിട്ടിയപ്പോൾ അവരെ കൃഷി സ്ഥലത്തുള്ള കൃഷികളൊക്കെ വളരെ ജോറായി, വളരെ ഭംഗിയായി തഴച്ച് വളരുന്നത് കണ്ടു. അവരിങ്ങനെ സന്തോഷിച്ചു. പക്ഷേ ആ മഴ എങ്ങ് നിന്നപ്പോൾ അതങ്ങ് ഉണങ്ങിപ്പോയി, മഞ്ഞയായി പോയി. പിന്നീട് അത് ആ ഭംഗിയുള്ള പച്ചയായ കൃഷികൾ ഇപ്പോഴതാ ദൂടുകളായി, ചിന്ന ഭിന്നങ്ങളായി, പൊടിവാറിപ്പോയി. അതുപോലെയാണ് ഈ ലോകം. ചോദിക്കട്ടെ, മുമ്പ് കാലത്ത് വെച്ച ഭരണാധികാരികളെവിടെ? പൂർവകാലത്ത് ജീവിച്ച പണ്ഡിതന്മാരെവിടെ? പൂർവകാലത്ത് സ്ഥാനമാനം കാണിച്ചിരുന്ന നേതാക്കൾ, അതുപോലെ വലിയ ഹുങ്ക് കാണിച്ചവരും അല്ലാത്തവരും എവിടെ? എല്ലാവരും പോയില്ലേ മണ്ണിലേക്ക്. ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി മരിക്കുന്നു, ആ ഭരണാധികാരി കിടക്കുന്നു മണ്ണിൽ. അദ്ദേഹത്തിന്റെ കൊട്ടാരം അടിച്ചു വാരിയവനും കിടക്കുന്നു മണ്ണിൽ. ഇവിടെ കിടന്നിവിടെ ജീവിച്ചത് 100 കൊല്ലമാണോ? കബിൽ ജീവിക്കുന്നത് എത്ര 1000 കൊല്ലമാണ്? ശേഷം നിൽക്കുന്ന കോഴി എത്ര കൊല്ലത്തേതാണ്? ഈ ചെറിയ ലോകത്തിന് വേണ്ടിയാണോ മത്സരിക്കുന്നത്? ഈ ചെറിയ ലോകത്തിന് വേണ്ടിയാണോ പരസ്പരം തെറ്റുന്നത്? ഈ ലോകത്തെ സ്ഥാനമാനത്തിന് വേണ്ടിയാണോ സംഘടന ഉണ്ടാക്കുന്നത്? ഈ ലോകത്തുള്ള അതല്ല വിഷയം. വാശിയാണ് പ്രശ്നമല്ല, വാശിയാണെന്നല്ലേ പലരും പറയുന്നത്. ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയാണ് ഈ വാശി? എന്തിനു വേണ്ടിയാണ് ഈ വൈരാഗ്യം? എന്തിനു വേണ്ടിയാണ് ഈ വിദ്വേഷം? എന്തിനു വേണ്ടിയാണ് ഈ വഴക്ക്? എന്തിനു വേണ്ടിയാണ് ഈ പ്രശ്നങ്ങൾ? വാസ്തവത്തിൽ മനുഷ്യരെന്ന് വിശാലമായി ചിന്തിച്ചൂടെ? ഒരു പക്ഷേ ഇന്ന് അധികാരം കിട്ടിയവൻ നാളെ വില ഖബറല്ലേ? ഇന്ന് പണം കിട്ടിയവൻ നാളെ രാവിലെ പണത്തിന്റെ അവസ്ഥ മറ്റൊരാളല്ലേ? ഇത് ബഹുമാനം കിട്ടിയവൻ നാളെ നിന്ദിക്കപ്പെടുന്നവനല്ലേ? ഇവിടെയാണ് മനുഷ്യന് നിലനിൽപ്പുള്ളത്. അതുകൊണ്ട് ഈ ഭൗതികമായ ലോകത്തുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന മത്സരങ്ങൾ, അതിന് യാതൊരു അർത്ഥവുമില്ലെന്നാണ് ഖുർആൻ പറയുന്നത്. അത് പച്ചയായ കൃഷികൾ കണ്ടാനന്ദിച്ച കർഷകർ അതാ കുറച്ച് ദിവസം കഴിഞ്ഞ് മഞ്ഞളിച്ച് ഉണങ്ങി ഛിന്ന ഭിന്നമായി പൊടി മാറിപ്പോകുന്നത് പോലെയാണ്. ഇവിടെ ആര് തമ്മിലടിയാലും തരക്കേടില്ല, ആരെന്ത് തന്നെ രക്തപ്പഴമൊരുക്കിയാലും തരക്കേടില്ല, എന്ത് തന്നെ ആര് മരിച്ചാലും മരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. ഇവിടെ ഏത് വിഷയം വന്നാലും തരക്കേടില്ല. നമ്മൾ വിചാരിച്ചത് മാത്രം നടക്കണമെന്ന ചിന്തയിൽ ആരാണോ ഭൗതിക തൽപരരായി ജീവിക്കുന്നത് അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. പടച്ചവന്റെ പൊരുത്തം ലക്ഷ്യം വെച്ച് ഏത് കാര്യവും ഇസ്ലാമിന്റെ നിയമമനുസരിച്ച് കൈകാര്യം ചെയ്ത് സൗഹാർദ്ദവും സഹകരണവും സ്നേഹവും ഐക്യവും നിലനിൽക്കണമെന്ന നിലയ്ക്ക് ചിന്തിക്കുന്നവർ, അവർക്ക് പടച്ച റബ്ബിൽ നിന്ന് അവരുടെ തെറ്റുകൾക്ക് മാപ്പ് കൊടുക്കലുണ്ട്, പടച്ചവന്റെ തൃപ്തിയുണ്ട്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഖുറൂർ. ഈ ഭൗതികമായ ലോകം ഒരു ചതിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് ആ ലോകത്തിന്റെ ചതിയിൽ പെട്ടുപോകാതെ എന്നെന്നും നിലനിൽക്കുന്ന പാരത്രിക ലോകത്തെക്കുറിച്ച് ചിന്തിച്ച് മനുഷ്യൻ ജീവിക്കാൻ ഒരുങ്ങിയാൽ അവനെ കൊണ്ടൊരു പ്രശ്നം ഒരു സ്ഥലത്തും ഉണ്ടാകൂല, അവൻ മുഖേന ഒരു പ്രയാസവും വരൂല. അവനെപ്പോഴും സർവ്വ മനുഷ്യർക്കും നന്മ ചെയ്യുന്നവനായിരിക്കും. ഖുർആൻ ആത്മീയോപദേശം നൽകുകയാണ്. നാം പറഞ്ഞു വന്നത്, എല്ലാ മനുഷ്യർക്കിടയിലും ഐക്യവും സ്നേഹവും സൗഹാർദ്ദവും വേണം. അതാണ് യഥാർത്ഥത്തിൽ മാനുഷികത, മനുഷ്യത്വം എന്നാണ്
ഇതുവരെ ഞാൻ പറഞ്ഞു.